നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അവസാനത്തെ പ്രീ സീസൺ മത്സരവും ഹവിർ മഷ്റാനോയുടെ കീഴിൽ ഇന്റർ മയാമി കളിച്ചിരിക്കുന്നു. ഇനി ഒഫീഷ്യൽ മത്സരങ്ങളാണ്. ഇന്ന് നടന്ന ഫ്രണ്ട്ലി മത്സരത്തിൽ ഓർലാൻഡോ സിറ്റിയോട് ഇന്റർ മയാമി 2-2 സമനിലയിലാണ് പിരിഞ്ഞത്. അവസാന ഘട്ടത്തിൽ പിക്കോൾട്ട് നേടിയ ഗോളാണ് ഇന്റർ മയാമിയെ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഓർലാൻഡോ സിറ്റിക്ക് വേണ്ടി ആദ്യ 11 കളിക്കാനിറങ്ങിയത് എൻട്രിക്കും അങ്കുലോയും ഒയേഡയും ഒക്കെ ആയിരുന്നെങ്കിൽ മറുഭാഗത്ത് ലിയോ മെസ്സിയും അലൻ്റെയും ലൂയി സുവാരസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. കളിയുടെ 15-ാമത്തെ മിനിറ്റിൽ തന്നെ ഒയേഡയിലൂടെ ഓർലാൻഡോ സിറ്റി ലീഡെടുത്തു. എന്നാൽ 22-ാമത്തെ മിനിറ്റിൽ ലൂയി സുവാരസിൻ്റെ അസിസ്റ്റിൽ നിന്ന് അലൻ്റെ ഗോൾ അടിച്ചതോടെ അവർ 1-1 സമനിലയിലേക്ക് എത്തി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1-1 എന്നതായിരുന്നു സ്കോർ ലൈൻ. പക്ഷേ രണ്ടാം പകുതിയിൽ എൻട്രിക്കയിലൂടെ ഗോൾ അടിച്ചു ഓർലാൻഡോ സിറ്റി. അവർ ലീഡെടുത്തു. കളി 90 മിനിറ്റ് കഴിയുമ്പോഴും അവർ തന്നെയായിരുന്നു മുന്നിൽ. ഒടുവിൽ അവസാന ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിൽ പിക്കോൾട്ട് നേടിയ ഗോളിന് മത്സരം 2-2 സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. ഇന്റർ മയാമിയുടെ ഈ സീസണിലെ ആദ്യ ഒഫീഷ്യൽ മത്സരം വരുന്നത് ഇനി ഫെബ്രുവരി 19 എതിരാളികൾ സ്പോർട്ടിംഗ് കൻസാസ് സിറ്റിയാണ്. അത് ഇന്ത്യൻ സമയം ഫെബ്രുവരി 19 രാവിലെ 6:30 ആ കളി നടക്കുക. എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രീ സീസൺ മത്സരങ്ങളുടെ റിസൾട്ട് ക്ലബ് അമേരിക്കയ്ക്കെതിരെ 2-2 സമനിലയായിരുന്നു. അന്ന് പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-2 വിജയിച്ചതാണ്. അതിനുശേഷം യൂണിവേഴ്സിറ്റി ആഴിയോക്കെതിരെ കളിച്ചു. ആ കളി ഗോൾ രഹിത സമനിലയാണ് ഇന്റർ മയാമി പിടിച്ചത്. പിന്നെ 4-5 ഷൂട്ടൗട്ടിൽ ജയിച്ചു. പിന്നെ സ്പോർട്ടിംഗ് സാൻ മിഗ്വലിറ്റിക്കെതിരെ 1-3 വിജയം, ഒളിമ്പിയക്കെതിരെ 5-0 വിജയം. സോ ഇന്റർ മയാമി അധിക മത്സരങ്ങളും സമനിലയിലാണ് കുരുങ്ങിയത്. ക്ലബ്ബ് വേൾഡ് കപ്പ് അടക്കമുള്ള വമ്പൻ ടൂർണമെൻറ്റുകൾക്ക് ഒരുങ്ങുന്ന ടീമാണ്. ടീമിൻ്റെ പ്രകടനത്തിൽ ആരാധകർ സംതൃപ്തരാണോ എന്നതൊരു ചോദ്യമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.